ഓം ഗുരുഭ്യോ നമഃ. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജ്യോതിഷത്തിൽ രത്നങ്ങളുടെ പ്രാധാന്യമാണ്. ഒരു 9 ഭാഗമായിട്ട് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോ പ്രപഞ്ചത്തിലെ പ്രകാശ ഊർജത്തിന്റെ വർണ്ണരശ്മികൾ രത്നങ്ങൾ ശേഖരിച്ച് ധരിക്കുന്ന ആളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഇത് ഋഗ്വേദത്തിൽ ഇതേക്കുറിച്ച് പരാമർശിച്ച് കാണുന്നുണ്ട്. അതുപോലെ ജ്യോതിഷ ആചാര്യനായ വരാഹ മിഹിര ആചാര്യൻ ജ്യോതിഷത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രത്നങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അവ ആധുനിക ഭാരതീയ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ അതൊക്കെ, അതായത് മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമേതകം, വൈഡൂര്യം, ഇങ്ങനെയാണ് 9 രത്നങ്ങൾ. അപ്പൊ ഇത് ഓരോ ഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതായത് രവി, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, മന്ദൻ അല്ലെങ്കിൽ ശനി, രാഹു, കേതു, ഇങ്ങനെ 9 ഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അത് ക്രമത്തിൽ. ഇന്ന് മുത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഇംഗ്ലീഷിൽ മുത്തിന് പേളെന്ന് പറയും. ഇത് ചന്ദ്രന്റെ രത്നമാണ്. മുത്ത് സമുദ്രത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ശ്രീലങ്ക, പേർഷ്യൻ ഉൾക്കടൽ, മെക്സിക്കോ, ഓസ്ട്രേലിയ, ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ സമുദ്രത്തിലെ ചിപ്പികളിൽ നിന്നുമാണ് മുത്ത് ധാരാളമായി ലഭിക്കുന്നത്. ഇന്ന് പല രാജ്യങ്ങളും ചിപ്പികളെ വളർത്തി വ്യവസായ അടിസ്ഥാനത്തിലും മുത്ത് ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിഷ്കളങ്കതയുടെയും പരിശുദ്ധിയുടെയും പര്യായമായി മുത്തിനെ പരിഗണിക്കപ്പെടുന്നു. ജ്യോതിഷപ്രകാരം ജാതകത്തിൽ ദുർബലനായിരിക്കുന്ന ചന്ദ്രനെ അനുകൂലനാക്കുവാനും അതുവഴി നല്ല ഫലങ്ങൾ അനുഭവിക്കാനുമാണ് മുത്ത് എന്ന രത്നം ധരിക്കുന്നത്. മുത്തിനെ കുറിച്ച് പറയുമ്പോൾ ചന്ദ്രനെ കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനാണ് ജലാശയങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കുന്നത്. ഈ ചന്ദ്രന്റെ ആകർഷണ ശക്തിയാണ് 5 ലിറ്ററോളം വരുന്ന മനുഷ്യ ശരീരത്തിലെ രക്തത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് ജ്യോതിഷത്തിന്റെ ശാസ്ത്രീയതയ്ക്ക് ഉറപ്പ് നൽകുന്നു. ചന്ദ്രൻ ജ്യോതിഷത്തിൽ ദേഹകാരകനും മനക്കാരകനുമാണ്. ചന്ദ്രൻ ഒരു വ്യക്തിയെ പൊതുവെ സ്വാധീനിക്കുന്നത്, ഇപ്പോൾ ആ വ്യക്തിയുടെ ജനിച്ച സമയത്തെ ഗ്രഹനിലയിൽ ചന്ദ്രൻ സ്വാധീനിക്കുന്നത് മനസ്സ്, അമ്മ, ദേഹം, ശാന്ത സ്വഭാവം, സൗഖ്യം, ഉദ്യോഗം, കീർത്തി, രാത്രി, കൃഷി, ബുദ്ധി, വടക്കു പടിഞ്ഞാറ് ദിക്ക്, സുഖഭോജനം, സൗന്ദര്യം, അജീർണം, വെള്ളനിറം, ആകർഷണം, ശക്തി, സ്ത്രീ സംഗമം, ജലം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് സ്വാധീനിക്കുന്നത്. ഈ പ്രതിപാദിച്ചവയുമായി സംബന്ധിക്കുന്ന എല്ലാ കുറവുകൾക്കും പരാജയങ്ങൾക്കും ഇതുമായി ബന്ധം നിലനിർത്താൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ചന്ദ്രൻ നമ്മുടെ ഗ്രഹനിലയിൽ നമുക്ക് അനുകൂലമല്ല എന്ന് നമുക്ക് അനുവാദിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ രക്തം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ ഇത് അനുകൂലമായിട്ട് വരും. ഇതിന്റെ പൂർണ്ണ കാരണം ജാതകത്തിൽ ചന്ദ്രൻ അനുകൂലമല്ല എന്നതാണ്. ചന്ദ്രൻ രക്തമായ മുത്ത് ധരിച്ചാൽ ഈ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനം വരെ അതിജീവിക്കാൻ കഴിയും. മുത്തിന് ചന്ദ്രന്റെ ശക്തിയെ ധരിക്കുന്ന ആളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയും. ആലസ്യം, സ്വപ്നാടനം തുടങ്ങി നിദ്രയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ദുസ്വപ്നങ്ങൾ, കഫരോഗങ്ങൾ, അതിസാരം, പരുക്കൾ, അതുപോലെ അരുചി, മഞ്ഞപ്പിത്തം, മാനസിക ക്ലേശങ്ങൾ, മഹോദരം, ജലദോഷം, സ്ത്രീജന്യ രോഗങ്ങൾ, ജലജീവികളിൽ നിന്നുള്ള ഉപദ്രവം, ഈ രോഗങ്ങൾക്ക് പ്രതിവിധിയായും ഈ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും മുത്ത് എന്ന രത്നം ശരീരത്തിൽ അണിയുന്നത് ഉത്തമമായിരിക്കും. നല്ല മുത്ത് ധരിച്ചാൽ ഉണ്ടാകുന്ന ശുഭഫലങ്ങൾ: വൈധവ്യം ഉണ്ടാകാതിരിക്കുക, സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക, ധനസമ്പാദനം കൂടുക,
പാപമോചനം ഉണ്ടാകുക, ബുദ്ധിശക്തി വർദ്ധിക്കുക, കീർത്തി എന്നിവ ഉണ്ടാകും. സ്ത്രീകൾ ധരിച്ചാൽ വശ്യതയും ആകർഷകത്വവും ഉണ്ടാകും. ജാതകത്തിൽ ചന്ദ്രന്റെ സ്ഥാനവും ബലവും അനുസരിച്ച് മറ്റ് പല ഗുണഫലങ്ങളും അനുഭവിക്കാനും ഇടവരും. രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കും ധരിക്കേണ്ട രീതിയെ പറ്റിയും ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമസ്തേ.